അങ്ങനെ ആയിരുന്ന സമയത്ത് ഒരു ദിവസം വന്ന് പറഞ്ഞ അമ്മ എന്നെ വേണ്ടെന്നും പറഞ്ഞ് അവർ കേസ് കൊടുത്തിരിക്കുകയാണ്. പോലീസും പറഞ്ഞ് അഖിലേക്ക് വേണ്ടെന്നാണ് പറയണത്. എനിക്ക് വേണം സാറേ എന്ന് പറയുമോ അങ്ങ് ചാടിച്ചാടുന്നു. ഇപ്പോഴിങ്ങനെ ബൈക്കിൽ പറക്കുകയാണ്. പക്ഷേ ഇത് ഫോൺ അടിച്ച് പൊട്ടിക്കുമ്പോൾ എനിക്കറിയാം. കാര്യം എന്ന് വെച്ചാൽ ഇവളെ കൊണ്ടുവന്ന സമയത്ത് ഇവള് പോയി ബാത്റൂമിൽ നിന്ന് ഫോൺ വിളിക്കണം എനിക്കറിയാം. ബക്കറ്റ് തുറന്നിട്ട് ഒക്കെ സൗണ്ട് ഉണ്ടാക്കിയാണ് ഫോൺ വിളിക്കണം. അപ്പോഴും നമുക്ക് മനസ്സിലായി ഇവിടെ അമ്മേനെ ആയിരിക്കൂല സഹോദരങ്ങളായിരിക്കൂല. അപ്പോൾ എനിക്കറിഞ്ഞൂടി. പിന്നീട് ഇവർ തമ്മിൽ ഈ മദ്യപിച്ചൊക്കെ വരുമ്പോൾ ഞാൻ വഴക്ക് പറയും. അപ്പോഴും ഈ അഖിൽ ഓടി വന്നിട്ട് എടുത്ത് തരണം. അമ്മ പപ്പേരായിരുന്നു നോക്കിയാൽ മതി. ആണുങ്ങളെ കുടിക്കും വലിക്കും, അത് ട്രെൻഡാണ്. അപ്പോഴാണ് എൻ്റെ ഇങ്ങനെ തലയിൽ തൊട്ട് ഇങ്ങനെ കേട്ട് പഠിക്കുകയെന്ന് കണ്ട. അയ്യോ ഈ പറയുന്നത് പോലെ മകള് നഷ്ടപ്പെട്ടു, ആകെ ഉണ്ടായിരുന്ന മകൻ നഷ്ടപ്പെട്ടു. ഈ കുടുംബത്തിൽ ഇനി നിങ്ങളുടേതെന്ന് പറയാൻ ഒരു കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആ കുഞ്ഞും പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അച്ഛൻ എന്താണ് ഇതിൽ പറയാനുള്ളത്? എനിക്കിതിൽ പറയാനുള്ളത് ഇതിനകത്ത് പോലീസിന് ആദ്യം ഒരു ചെറിയൊരു അനാവസ്ഥ പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോകുന്നു എന്ന് ഈ അനു ടീച്ചർ, അതിനകത്ത് വരുന്ന അനു ടീച്ചർ പോലീസിനോട് പറഞ്ഞ് അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ കേസും കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോഴും പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ അപ്പോൾ അവർക്ക് ചോദിക്കാം, എങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർ ആരെങ്കിലും നമ്പറിങ് ഇതാ, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ആരുടെയെങ്കിലും നമ്പറിങ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ച് ചോദിക്കട്ടെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കുഞ്ഞിനെ കൊണ്ടുവന്നാൽ എങ്കിൽ നമുക്ക് അങ്ങനെ ഏൽപ്പിക്കാം എന്നൊരു രീതി അവിടെ എടുത്തിരുന്നെങ്കിൽ കൃത്യമായിട്ട് എൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓടി അവിടെ എത്തുമായിരുന്നു, കുഞ്ഞിനെ ഞാൻ വാങ്ങുമായിരുന്നു. അങ്ങനെ ചെറിയൊരു പാളിച്ച പറ്റിപ്പോയി. എങ്കിൽ തന്നെയും കുഞ്ഞിനെ വിട്ടു നൽകാൻ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ നിയമം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് വേറൊരു വശം, അതിനകത്ത് പൂർണ്ണമായിട്ട് അതിലും പോലീസിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് കാര്യമായിട്ട് ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഡാൻസ് ടീച്ചറാണ്. പുള്ളിക്കാരൻ വിചാരിച്ചിരുന്നെങ്കിൽ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കുഞ്ഞിന് ഇത് സംഭവിക്കില്ല. കേൾക്കുന്ന അല്ലെങ്കിൽ ആരോട് സംസാരിക്കുമ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് അനു എന്നുള്ളത്. അതെ, ആരാണ് ഈ അനു? അച്ഛന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അനുവിനെ കുറിച്ച് അറിയാമോ? അറിയാം. അനുവിനെ നമ്മൾ അറിയുന്നത് എൻ്റെ മകൻ ഡാൻസറായിരുന്നു. അപ്പം ഒരു ഡാൻസ് ട്രൂപ്പ് ബന്ധപ്പെട്ടാണ് ഈ അനുവിനെ നമ്മളെ ഈ ജീവിതത്തിൽ കടന്നു വരുന്നത്. അനു മുഖേനയാണ് ഈ അഖില എന്ന കുട്ടിയെ പരിചയപ്പെടുന്നതും പിന്നെയാണ് ഈ ഡാൻസ് പ്രോഗ്രാമുമായിട്ട് ഇങ്ങനെ നടന്നു പോകുകയാണ്. അവസാനം മകൻ്റെ മരണം സംഭവിക്കുന്നതും ആ മരണത്തിന് ഈ ട്രൂപ്പിൽ വെച്ച് അഖിലും കണ്ടുമുട്ടുന്നതും അവർ പ്രണയത്തിലായി വിവാഹത്തിലാകുന്നതും രജിസ്റ്റർ മാരേജ് കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് മകൻ മരണപ്പെടുന്നു. മകൻ മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഈ കുഞ്ഞ് ജനിക്കുന്നു. മകൻ മരിക്കുമ്പോൾ 3 മാസം ഗർഭിണിയാണാകില്ല. പിന്നെ കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഈ ഇടക്കാലത്ത് ഒരു പങ്കാളി അഖിലേക്ക് കിട്ടുന്നത്, അഷ്കർ. ഡിവോഴ്സ് ചെയ്തില്ല. അവൾ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ എഴുതി വെച്ച് പോയായിരുന്നു, അഖിലിനെ ഇനി അവർ ഭർത്താവായിട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും ഈ മരണത്തിന് ശേഷം ഞങ്ങൾ വിചാരിച്ചവള് അന്ന് ഗർഭിണിയാണല്ലോ, ആശുപത്രി കേസ് നമ്മൾ അറിയിക്കും എന്ന് വിചാരിച്ച് അതും അറിയിച്ചില്ല. ഈ കുഞ്ഞിൻ്റെ നൂലുകെട്ട് വരുമ്പോൾ അറിയിക്കുമെന്ന് വിചാരിച്ച് അതും അറിയിച്ചില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാത്തെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് യാതൊരു ശല്യവും അവർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉള്ള സമയത്താണ് ഞാൻ കാര്യം ചോദിക്കട്ടെ. അതായത് അഖിലയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു, ഇവിടുന്ന് അഖിലിന്റെ മരണശേഷം ഒന്ന് അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പിന്നെ കുഞ്ഞിന്റെ കാര്യം ഒന്നും അറിയിക്കുക. ശരിയാണ്, അത് ശരിയാണ്. അങ്ങനെ നമ്മൾ അന്വേഷിക്കാൻ പോകാത്ത കാര്യം എന്ന് പറഞ്ഞാൽ പാലോട് സ്റ്റേഷനിൽ നമ്മൾ എഴുതി വെച്ചതാണല്ലോ, അവരാണ് പറയിച്ചത് പോലീസിനെ കൊണ്ട്. ഈ അഖിലിന്റെ വീട്ടുകാരിൽ നിന്ന് അഖിലിന്റെ നിന്ന് അമ്മ അന്ന് ചേട്ടൻ ഗൾഫിലാണ്, ഞാനും മോനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടോടെ ഭാഗത്തു നിന്നൊരു നോട്ടത്തിലോ പ്രവൃത്തിയിലോ ആ വീട്ടുകാർക്ക്, ആ മോക്ക അമ്മയ്ക്കോ അവർക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് വിട്ടിട്ടാണ് ആ ഭാഗത്തോട്ട് എൻ്റെ അമ്മ മരിക്കണതുവരെയും പോയിട്ടില്ല. മരണശേഷം ഈ പറയുന്നത് പോലെ ഗർഭിണിയായിരുന്നല്ലോ അഖില. അപ്പോൾ ആ സമയത്തും നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല? കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വീണ്ടും ഒന്ന് പ്രതീക്ഷിച്ചു. ഞങ്ങളെ മോൻ്റെ ബോഡി കൊണ്ടുവന്നപ്പോൾ അവളൊന്ന് വന്നു. അന്നേരത്ത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ആശുപത്രിയിലായിരുന്നു. ഞാൻ അഖിലേനെ കണ്ടില്ല.
അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഈ സമയത്തെങ്കിലും വന്ന് ഞങ്ങളോടൊപ്പം നിൽക്കും. മോനും കൂടെ നഷ്ടപ്പെടുമ്പോൾ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ, ഞങ്ങൾക്ക് ആരുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചത് വെച്ചാൽ ഞങ്ങളോടൊപ്പം നിന്ന് കുഞ്ഞായതിന് ശേഷം അവളൊരു കൊച്ചു കുട്ടിയാണ്, അവൾക്ക് ഒരു വിവാഹം, നല്ലൊരു വിവാഹം നടത്തി കൊടുത്ത് ആ ബന്ധവും അഖില ഈ കുഞ്ഞുമായിട്ടുള്ളൊരു ബന്ധവും ആയിട്ട് നമുക്കുണ്ടാവുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ മോൻ്റെ മരണങ്ങളെല്ലാം മറക്കാൻ ശ്രമിച്ചത്. മകന് ഈ പിന്നെ ഇവർ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് വിളിപ്പിച്ച്, അപ്പോഴും മോൻ വിളിച്ച് ഞാനും കൂടി ചെന്നപ്പോഴും പറഞ്ഞ് അഖില് ദേഹോദ്രവങ്ങളായത് ആണ് ഈ പേപ്പർ കൊടുത്തതെന്നാണ് അതിലെഴുതിയിരുന്നത്. അപ്പോൾ ഈ അപ്പച്ചിരെ ഇവിടെ നിന്നവർക്ക് ഇവിടെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് അപ്പച്ചിരെ വീട്ടിൽ പോയി നിൽക്കാമെന്നും പറഞ്ഞാണ് മോനെയും വിളിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് പോണത്. എൻ്റെ ഒരു പട്ടിക്കുട്ടിയും കൊണ്ട് ഈ മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊടുത്തിട്ടാണ് പോണത്. അവർക്ക് എന്തോ എന്ന് പറഞ്ഞാലും അയച്ചു കൊടുക്കാൻ മോൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതും ജോലിക്കൊന്നും പോയില്ല. അപ്പോൾ ഈ പട്ടിക്കുട്ടിയെ കൊടുത്തിട്ട് അവൾ പറയുന്ന ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ പട്ടിക്കുട്ടി വാങ്ങിക്കാനുള്ള ആൾ പറഞ്ഞ് ആ അമ്മ ഇവിടെ ആയിട്ട് ബന്ധമുള്ള ആളാണ്, ആ അമ്മയുടെ ജീവനാണ് ഈ പട്ടി, ആ അടക്ക് അവൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് മോള് നഷ്ടപ്പെട്ട ആ അമ്മയ്ക്ക് ഈ മൃഗങ്ങളോടെയാണ് അവർ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അമ്മ അറിയാതെയായിരിക്കും നിങ്ങളുടെ ഈ പട്ടിക്കുട്ടി എടുത്തുകൊണ്ട് വന്നത്. ശരിയാണ്, ഞാൻ തോലടിക്കാൻ പോയാലും കൊണ്ട് അപ്പോഴവർ പൈസ കൊടുത്തു, നിനക്ക് എത്ര രൂപ വേണം, ആ പൈസ അങ്ങ് കൊടുത്തിട്ട് ഈ പട്ടിക്കുട്ടി അവരെ തന്നെ തിരിച്ചു വന്നപ്പോൾ പട്ടിക്കുട്ടിയും കൊണ്ടുവന്നപ്പോൾ അഖില അപ്പച്ചിരെ വിട്ട് പെരിങ്ങമ്പല നിൽക്കുകയാണ്. അമ്മ മാത്രം ഇഞ്ഞ് കൊണ്ടുവന്നു. അത് നീ എന്തിന് പട്ടിക്കുട്ടി എടുത്തുകൊണ്ട് പോയത്? അത് അഖിലേക്ക് അത് വേണം, ഇത് വേണം, മറ്റത് വേണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഇപ്പോൾ പൈസയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് കേട്ട് പിന്നെ മോൻ അവിടെ പോയി കാണും വരും, അങ്ങനെയായിരുന്നു. അങ്ങനെ ആയിരുന്ന സമയത്ത് ഒരു ദിവസം വന്ന് പറഞ്ഞ അമ്മ എന്നെ വേണ്ടെന്നും പറഞ്ഞ് അവർ കേസ് കൊടുത്തിരിക്കുകയാണ്, കൊച്ചെൻ്റെ അല്ല എന്നും പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഞാനും പോയി. പോലീസും പറഞ്ഞ് അഖിലേക്ക് വേണ്ടെന്നാണ് പറയണത്. എനിക്ക് വേണം സാറേ എന്നും പറയുമോ, അങ്ങ് ചാടി നിൽക്കണം. നിൻ്റെ കൊച്ചും പോലും അല്ലല്ലോ, പിന്നെ നീ എന്തിനും ഇങ്ങനെ നിൽക്കുന്നത്? അത് അവളിവിടെ ജയിക്കാൻ പറഞ്ഞു സാറേ, എൻ്റെ കൊച്ചു തന്നെ എന്ന് മോൻ പറയണം. അവൻ പറയണ ഒന്നും അവിടെ അംഗീകരിക്കുക, അമ്മയും മോളും താമസിക്കണില്ല. പിന്നെ എഴുതി വെച്ച് നമ്മൾ പിരിഞ്ഞു വന്നു. ശരിക്കും ഇവർക്കിടയിൽ എന്തായിരുന്നു പ്രശ്നം? പറയണില്ല, ഈ ഫോൺ അടിച്ച് പൊട്ടിക്കണതേ ഉള്ളു അവളെ ഫോണ്. ഇവിടെ നിന്ന് ബഹളം ഉണ്ടാവാറുണ്ടായിരുന്നു. ഈ ഫോൺ അടിച്ച് ഇങ്ങനെ ഫോൺ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കും, വഴക്കായിട്ട് കൂടൂല. ഇവർ വഴക്കൊണ്ട് വെളിയിൽ പോയിട്ടാണ്, പുറത്ത് പോയ ഇല്ല. ഇവിടെ ഈ വീട്ടിനകത്ത് ഒരു ബഹളം ഇവിടെ ഒന്ന് തിരക്കണം. കാര്യം എന്ന് വെച്ചാൽ ഈ ഭാര്യയും ഭർത്താവുമായിട്ടേ ഈ വീട്ടിൽ ഇവർ തമ്മിൽ വഴക്കൂടിയിട്ടില്ല. ഇവരെപ്പോഴും ഇങ്ങനെ ബൈക്കിൽ പറക്കുകയാണ്. പക്ഷേ ഇത് ഫോൺ അടിച്ച് പൊട്ടിക്കുമ്പോൾ എനിക്കറിയാം. കാര്യം എന്ന് വെച്ചാൽ ഇവളെ കൊണ്ടുവന്ന സമയത്ത് ഇവള് പോയി ബാത്റൂമിൽ നിന്ന് ഫോൺ വിളിക്കണം എനിക്കറിയാം. ബക്കറ്റ് തുറന്നിട്ട് ഒക്കെ സൗണ്ട് ഉണ്ടാക്കിയാണ് ഫോൺ വിളിക്കണം. അപ്പോഴും നമുക്ക് മനസ്സിലായി ഇവിടെ അമ്മേനെ ആയിരിക്കൂല, സഹോദരങ്ങളായിരിക്കൂല. അപ്പം എനിക്കറിഞ്ഞൂടി. പക്ഷേ എനിക്ക് എൻ്റെ മോനോട് പറയാൻ പറ്റൂല. അപ്പോൾ ഇത് മോൻ കണ്ടുപിടിച്ചതാണ്, അല്ലെങ്കിൽ ഇത് വരൂലല്ലോ. അപ്പോഴേ ഇവക്ക് ഈ മോൻ കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായപ്പോഴേ ഇവക്ക് അവൾ തനിയെ തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി ഈ ഭർത്താവ് വേണ്ട. എന്തായാലും അവ അത് കണ്ടുപിടിച്ചായിരിക്കുമല്ലോ. അതാണ് ഞങ്ങൾ ഉറച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവ ആത്മഹത്യ ചെയ്യണതിന് അവൻ പറഞ്ഞ് ചാച്ചി പോയ അമ്മയ്ക്ക് ഞാൻ അമ്മ മനസ്സിലായി, അമ്മയ്ക്ക് ഇനി ജോലി ചെയ്യാനൊന്നിനും പറ്റും, എൻ്റെ അടുത്ത് തൊഴിലുറപ്പിനൊന്നും പോകണ്ട എപ്പോഴും പറയും. ഞാൻ തൊഴിലുറപ്പിന് പോകും, അങ്ങനെ ഇങ്ങനെ എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ എന്നുള്ളതിൽ ഞാൻ പോകും. പൈസ കൊണ്ട് ഇവർ രണ്ടൊരാവശ്യങ്ങൾക്ക് തന്നെ കൊടുക്കണത്, എന്ത് വേണമെന്ന് പറഞ്ഞാലും അവർക്ക് തന്നെ കൊടുക്കണത്. ചോദിക്കുന്ന പൈസയിൽ അവരങ്ങ് എപ്പോഴും കറങ്ങി നടക്കണം. അപ്പോൾ ഞാൻ ചിന്തിച്ച് മോക്ക ഒരു ഭാഗ്യം അങ്ങനെ കിട്ടിയില്ല. മോനെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടല്ലോ. അവരിങ്ങനെ വണ്ടി കയറി പോണത്, അവർ മറിഞ്ഞു പോണത് വരെയും ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കും. പിന്നെ ഇവിടെ വെച്ച് ഞാൻ അവളെ ഒരുപാട് വഴക്ക് പറയും. പച്ചക്കറി ഒന്നും കഴിക്കൂല, ചീര കഴിക്കില്ല, മുരിങ്ങയില കഴിക്കില്ല, പാവയ്ക്ക് ഒരു വക കഴിക്കില്ല. ഈ ചിക്കനും ഈ മീൻകറി, ഈ ചിക്കനും മീനും മാത്രമേ തിന്നുള്ളൂ. അന്നപ്പോഴും മുട്ട കഴിക്കൂലെന്ന്, പാൽ കുടിക്കില്ല. ഇതൊക്കെ ഞാനാണ് ശീലിപ്പിച്ചത്. പക്ഷേ ഈ ഗർഭിണിയായപ്പോഴും പച്ചക്കറി കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ നല്ല വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അമ്മേൻ്റെ അടുത്ത് എങ്ങനെയായിരുന്നു? നല്ല സ്നേഹത്തിലായിരുന്നു? ഞങ്ങൾ തമ്മിൽ അങ്ങനെയായിരുന്നു. മോനും അങ്ങനെ തന്നെ, ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ. പക്ഷേ ഇത് എൻ്റെ മനസ്സിലുണ്ട്, ഫോണിൻ്റെ കാര്യം എൻ്റെ മനസ്സിലുണ്ട്. എങ്കിലും ഞാൻ സ്നേഹിക്കുക. കാര്യം വെച്ചാൽ നമ്മളെ മോളെ പോലെയല്ലേ വന്നത്. പിന്നെ നമുക്കങ്ങനെ പിന്നെ ഒഴിഞ്ഞുകൂടാൻ പറ്റൂലല്ലോ. നമ്മളെ മോള് തെറ്റ് ചെയ്താൽ നമ്മൾ തിരുത്തണ്ടേ. ആ ഒരു ഇതിൽ അതുമല്ല, അവർ തമ്മിൽ വിഷയമില്ലല്ലോ മോളെ. നമുക്ക് അവളെ വെറുക്കാനുള്ളത് ഇതെൻ്റെ മോൻ കണ്ടും പിടിച്ചില്ലല്ലോ. വെറുക്കാൻ തമ്മിൽ വേറൊന്നുമില്ല. പിന്നെ അപ്പുറം ഒന്നും പോകരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഇവിടെ തന്നെ ഇരിക്കണം. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, അവർക്ക് എല്ലായിടവും ഇങ്ങനെ പോകണം. അവർക്ക് വീടിനകത്തിരിക്കുന്നതേ ഇഷ്ടമില്ല. മോനും അങ്ങനെ തന്നെ. പിന്നെ ഞാൻ പിന്നീട് ഇവർ തമ്മിൽ ഈ മോൻ മദ്യപിച്ചൊക്കെ വരുമ്പോൾ ഞാൻ വഴക്ക് പറയും. അപ്പോഴും ഈ അഖിൽ ഓടി വന്നിട്ട് എടുത്ത് തരണം, അമ്മ പപ്പേരായിരുന്നു നോക്കിയാൽ മതി, ആണുങ്ങളെ കുടിക്കും വലിക്കും, അത് ട്രെൻഡാണ്. അപ്പോഴാണ് എൻ്റെ മോൻ ഇങ്ങനെ തലയിൽ തൊട്ട് ഇങ്ങനെ കേട്ട് പഠിക്കുകയെന്ന് കണ്ട. അയ്യോ ഇങ്ങനെയൊക്കെ ആക്കി പിടിച്ച് അവരങ്ങ് പോകും. ഇപ്പോഴെനിക്ക് ചിന്തിക്കണം, അവനെ ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ മദ്യവേനിയാക്കി കൊന്നത് തന്നെ, നഷ്ടപ്പെടുത്തരുത് തന്നെ. ഈ അഖിലിന്റെ മരണത്തിൽ അഖിലേക്ക് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് ആത്മഹത്യ ചെയ്താണ്. പക്ഷെ അപ്പോഴും ഇവളെയാണ് വിളിക്കണത് കിടന്നു, നീ വാടി, നീ വാകിലേ, നീ വാകിലേ, നീ വാകിലേ, നീ വാകിലേ എന്ന് പറഞ്ഞ് എന്നെ ഞാൻ മരിക്കും, ഞാൻ അത് ചെയ്യുന്നു പറഞ്ഞ് അവളെ തന്നെ വിളിച്ചത്. അവൻ്റെ ജീവൻ പോണത് വരെ ആ ഒരു പേര് തന്നെ. ഈ പരിസരത്ത് ഇവിടെ എല്ലാവരും അത് തന്നെ പറയുന്നത്, ഇവർ കേട്ടോണ്ടിരിക്കുന്നു. ഞാൻ മാത്രം റേഷൻ കടയിൽ പോയോളൂ, മോൻ മാത്രം ഇവിടെ ഉള്ളായിരുന്നു. ഈ പറയുന്നത് പോലെ കുഞ്ഞിന്റെ കാര്യം അറിയാലോ, അഖിലേക്ക് എല്ലാം അറിയാമായിരുന്നു എന്ന് പറയുന്നത്. അത്രമാത്രം ഒരു ദുഷ്ട മനസ്സായിരുന്നു അഖിലേക്ക് എന്ന് എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നു എപ്പോഴെങ്കിലും? പിന്നെ അങ്ങനെയില്ല. ഞാൻ കൂടുതലും അവളെ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ ചേട്ടൻ മോനെ നമുക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോഴും ഞാൻ പറയും പാല് കൊടുക്കണോ എന്തോ, അവൾ പാല് കൊടുക്കുമോ എന്തോ. ഇങ്ങനെ ഡാൻസിനും കൊച്ചിനെ ഇങ്ങനെ അവിടെ ഓരോ വീടുകളിൽ കിടക്കണമെന്ന് പറഞ്ഞു, ഇവരെ ബന്ധുക്കളെ വീടുകളിൽ. അപ്പോഴും നമ്മുടെ ബന്ധുക്കളെ വീടല്ലേ, അമ്മമ്മ മാമന്മാരൊക്കെ അല്ലേ. പിന്നെ എൻ്റെ മോനും കൂടെ നഷ്ടപ്പെടുന്നു, നല്ലപോലെ നോക്കുമെന്നൊരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. പിന്നീട് ഈ കൊലയാളിയുടെ ഉമ്മയുടെ കയ്യിലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സ്വസ്ഥതയില്ല. എന്തോ എനിക്ക് ഉറക്കവും ഇല്ല. ഞാൻ എപ്പോഴും ഇവരോട് പറയും, എനിക്ക് ബാക്കി നിന്ന വീടുകളിൽ നിന്ന് എനിക്കൊരു വിഷയം തോന്നണില്ല. പക്ഷെ ഇത് എൻ്റെ മനസ്സിലങ്ങ് ഫീൽ ചെയ്യാണ്. എന്നും പറഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ആടിന് തോലൊട്ടിക്കുമ്പോഴും ഞാൻ പറയും, നമ്മളിങ്ങനെ കഷ്ടപ്പെടണം വെറുതെ ആവും കേട്ടോ മോളെ. എൻ്റെ മനസ്സ് പറയണം, ഇനി എൻ്റെ മക്കൾ പറയിക്കണേണോ ദൈവം പറയിച്ചാണോ എനിക്ക് ഈ ഒരു വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവ സാക്ഷിന് ഞാൻ പറയും, എൻ്റെ മക്കൾ സാക്ഷിയിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ മരുന്ന് കഴിച്ചിട്ട് പോലും ഞാൻ ഉറങ്ങണില്ല. ഇയാളായിട്ട് കണക്ഷൻ ആയെന്ന് എപ്പോഴാണ് അമ്മ അറിയുന്നത്? എൻ്റെ ഒരു വല്യമ്മരമ്മ ഇവിടെ താമസമുണ്ട്. ആ വല്യമ്മരമ്മോൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ വന്നു. എന്നിട്ട് ഇവർ അവിടെ വന്നത് കണ്ടുകൊണ്ട് നമ്മളെ വേണ്ടി ചുറ്റുവട്ടത്ത് ഞങ്ങളെ ബാക്കിയുള്ള ബന്ധുക്കളും വിളിച്ചും കൊണ്ടുപോയി ഫോട്ടോയൊക്കെ എടുത്ത് ആണ് വിട്ടത്. അപ്പോഴും പിന്നെ കണ്ണനെ പോലെ തന്നെ കൊച്ചെന്ന് അവിടെ ഉള്ളവർ പറയുമ്പോഴും അവരെ വിളിച്ച് ബാക്കിലോട്ട് നിർത്തിയിട്ടും അങ്ങനെ ചേട്ടൻ്റെ മുമ്പ് നിർത്തി പറയല്ലേ അത് ഇഷ്ടമില്ല എന്ന് പറയുമായിരുന്നു.